ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാന്റെ സൈന്യം തയ്യാറെടുപ്പ് നടത്തി വരികയാണെന്ന് മേജർ ജനറൽ അബ്ദുറഹീം മൗസവി പ്രസ്താവിച്ചു. അന്താരാഷ്ട്ര മേഖലയിൽ വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം മേജർ ജനറലിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഫലസ്തീൻ ഒറ്റക്കല്ലെന്നും തങ്ങളുടെ സൈന്യവും സംവിധാനങ്ങളും ഇസ്രായേലിനെതിരെ ആക്രമിക്കാൻ വേണ്ടി, അവരുടെ ആക്രമണ രീതിയെ പ്രതിരോധിക്കാൻ വേണ്ടിയും തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ യമനെക്കുറിച്ച് പരാമർശിച്ചു കൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നത്. ഇപ്പോൾ തന്നെ അതിശക്തമായിരിക്കുന്ന ആക്രമണ സ്വഭാവമുള്ള പ്രവൃത്തികൾ യമൻ ആരംഭിച്ചിട്ടുണ്ട്. ഏതാനും മാസങ്ങളായി വല്ലാത്ത രീതിയിൽ വിയർത്തി ഒരുക്കുകയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും. ഇസ്രായേലിൻ്റെ അതിക്രൂരമായിരിക്കുന്ന പ്രവൃത്തികൾ ഓരോരോ ദിവസവും ദൈനംദിനം എന്ന പോലെ ഗസയിൽ നടന്നു വരുന്നു. കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നതിനപ്പുറം ഭക്ഷ്യധാന്യങ്ങൾ തടഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് ഗസക്കാരെ അല്ലെങ്കിൽ ഫലസ്തീനികളെ ഇറക്കി വിടുന്ന ഒരു പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത്. ഓരോരോ പ്രദേശത്തിൽ നിന്ന് അവർ ആട്ടിത്തെളിക്കുന്നു, അടുത്ത പ്രദേശത്ത് നിന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുത്തുന്നു. അങ്ങനെ വലിയ മാനസിക സമ്മർദ്ദത്തിലും പ്രയാസത്തിലുമാക്കുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ ഗസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിധി വരെ മാത്രമേ നോക്കി നിൽക്കാൻ വേണ്ടി സാധിക്കൂ. തീർച്ചയായിട്ടും ഞങ്ങളുടെ സൈന്യവും സൈനികരും അതേപോലെ തന്നെ ആയുധങ്ങളും സംവിധാനങ്ങളും ശക്തിയുള്ളതാണ്, പ്രബലമാണ്. അത് ഇസ്രായേലിനെതിരെ തിരിച്ചുവിടാൻ ഇനി ഒരുപാട് കാലം കാത്തിരിക്കേണ്ടതില്ല എന്നുള്ളതാണ് മേജർ ജനറൽ അബ്ദുറഹീം മൗസവി പ്രസ്താവിച്ചിരിക്കുന്നത്. അത് പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്തു എന്ന് മാത്രമല്ല, ഈ വിഷയം ഇസ്രായേലിൻ്റെ അകത്തും വലിയ രീതിയിലുള്ള പ്രകമ്പനം ഉണ്ടായിരിക്കുന്നു. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: യമൻ്റെ ആക്രമണത്തെ തന്നെ പ്രതിരോധിക്കാൻ സാധിക്കാതെ വിയർത്തിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾ പൊടിപടലം പോലെ ആയിപ്പോകും എന്ന തരത്തിലാണ്. പല ഭീഷണി കാര്യങ്ങളൊക്കെ ഇറാനെതിരെ നമ്മൾ നടത്തിയിട്ടുണ്ട്. അവിടെ ആണവായുധ കേന്ദ്രങ്ങൾ ആക്രമിക്കും, അമേരിക്കയെ ഇടപെടിപ്പിച്ചുകൊണ്ട് മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. പല രീതിയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തമായ രീതിയിൽ ഒരേ നിലപാടിൽ അടിയുറച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ ആണവായുധം പോലെയുള്ള വലിയ സംവിധാനം ഉണ്ട് എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇറാനെ സഹായിക്കുന്നവർ നമ്മളറിയാത്ത മറ്റ് പല രാജ്യങ്ങളും ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഇസ്രായേലിനെ പോലുള്ള ഒരു രാജ്യം അതിശക്തമായിരിക്കുന്ന ഭീഷണി അവർക്കെതിരെ നടത്തിയിട്ടും സമാനമായ രീതിയിൽ അമേരിക്ക പല വിഷയത്തിലും പല പ്രശ്നത്തിലും അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇടപെടലുകൾ നടത്തിയിട്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതൃത്വത്തിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. മാത്രമല്ല 5 തവണയെങ്കിലും ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമാധാന ശ്രമം അമേരിക്ക തുടങ്ങിയിട്ടുണ്ട്. ഈ 5 പ്രാവശ്യവും ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ പരാജയപ്പെട്ടതാണ്. 5ാമത്തെ തവണ റോമിൽ വെച്ച് നടത്തിയിരിക്കുന്ന ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ ആക്രമിക്കുമെന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് 3-4 ദിവസമായിട്ടും പിന്നീട് ഇസ്രായേൽ അതേക്കുറിച്ച് യാതൊന്നും സംസാരിച്ചിട്ടില്ല. കാര്യം 2 തവണ ഇസ്രായേലിന് നേരെ ഈ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. 2 തവണയും വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേലിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. അവർ വിടുന്ന മിസൈലുകളൊന്നും പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ലക്ഷ്യം കണ്ടുകൊണ്ട് തന്നെ ആക്രമിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതിനാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. കാര്യം അവരുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർന്നു പോകുന്നുണ്ട്. അത് അയൺ ഡോം പോലെയുള്ളതും അമേരിക്കയുടെ പ്രതിരോധവും എല്ലാം തകർന്നു കൊണ്ടാണ് ഹൈപ്പർസോണിക് മിസൈലൊക്കെ വളരെ എളുപ്പത്തിലും വളരെ സിമ്പിളായ രീതിയിലും ഈ രാജ്യത്തേക്ക് യമൻ തൊടുത്തു വിടുന്നത്. ഇതെല്ലാം നിർമ്മിതങ്ങൾ മുഴുവനും ഇറാൻ്റെതാണെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കാര്യം ഉക്രൈനിൽ റഷ്യ പ്രയോഗിക്കുന്ന പല ആയുധങ്ങളും ഇസ്രായേലിനെതിരെ ഈ യമൻ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. കാര്യം രാജ്യത്ത് വീണ് പൊട്ടിച്ചെതറുന്ന മിസൈലിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചുകൊണ്ട് അതിൽ നിന്ന് ഏത് രാജ്യമാണെന്നുള്ളതും ഇതിൽ ഉപയോഗിക്കപ്പെടുന്ന വസ്തുവിനെക്കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ ഇസ്രായേൽ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നു ഇതേ വസ്തുക്കൾ ഉക്രൈനിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ റഷ്യയാണ് അത് ഉപയോഗിച്ചത്, റഷ്യ കൊടുത്തത് ഇറാനാണ്. അപ്പോൾ ഇറാന് നിർമ്മിച്ചുകൊണ്ട് ഈ റഷ്യക്ക് നൽകുന്ന അതേ ആയുധം അത് വളരെ ശക്തമായിരിക്കുന്ന ആയുധമാണ്. അത് വൈദൂര മിസൈൽ എന്നൊക്കെ പറയുന്ന സമയത്ത് ഏകദേശം 4000 കിലോമീറ്ററിലധികം പറന്നുകൊണ്ട് ലക്ഷ്യസ്ഥാനം കണ്ട് ആക്രമിക്കാൻ പാകത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഇത്രയും മിസൈലുകളാണ് ഈ റഷ്യ കൊടുത്തത്. സമാനമായിരിക്കുന്ന മിസൈലെല്ലാം യമൻ്റെ കൈവശത്തിലുണ്ട്. 2000-ലധികം കിലോമീറ്റർ പറന്നുകൊണ്ടാണ് യമനിൽ നിന്ന്
ഈ ഈ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ആക്രമണം നടത്തുന്നു, വലിയ നാശങ്ങൾ ഉണ്ടാകുന്നു, വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു, തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നു, ബെംഗൂരിയൻ എയർപോർട്ട് അടക്കുന്നു, തെലവീവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനങ്ങൾ വലിയ രീതിയിൽ ഭയാശങ്കയിലാണ്. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യമന് സാധിക്കുന്നത് അവരുടെ ആയുധത്തിൻ്റെ ശക്തിയും അത് പ്രയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന സൈനികരും ഉണ്ട് എന്നതിനാലാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഗസയിൽ നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവനും അപലപിച്ചിട്ടുണ്ട്. UN സഭ പല ഘട്ടത്തിൽ അപലപിച്ചിട്ടുണ്ട്. ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കാത്ത രീതിയിൽ കുഞ്ഞുങ്ങളെ പട്ടിണി കിടത്തി കൊല്ലുന്ന പ്രാകൃതമായിരിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഇസ്രായേൽ മാറിയിരിക്കുന്നു. അവരുടെ ആ നേരത്തിനും നിലപാടിനും മാറ്റം വരുത്തണം. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി മാറി ചിന്തിക്കണം. അവർക്ക് പട്ടിണി കിടത്തുകൊണ്ട് അവരെ കൊല ചെയ്യാൻ പാടില്ല. അത് യുദ്ധകുറ്റമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനവർ പറയുന്ന കാര്യം അവർ ആക്രമിക്കുന്ന സർവ്വ മേഖലയിലും ഹമാസിൻ്റെ ആളുകളുണ്ട്, അവരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആക്രമിക്കുന്നത് എന്ന് ഒരു തരത്തിൽ പറയുന്നു. മറ്റൊരു തരത്തിൽ പറയുന്നു അവർക്ക് ഭക്ഷ്യധാന്യങ്ങളും മറ്റുള്ളതും ഗസക്കാർ കൊടുക്കുന്ന സമയത്ത് അത് ഹമാസിൻ്റെ ആളുകൾ പിടിച്ചെടുക്കുന്നു, എന്നിട്ട് അവരിഷ്ടമുള്ള ആളുകൾക്ക് നൽകുന്നൊരു സ്ഥിതി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഇവിടെ ആഫ്രിക്ക ചോദിക്കപ്പെട്ട പ്രധാനമായിരിക്കും ഒരു ചോദ്യമുണ്ട്. അങ്ങനെ പിടിച്ചെടുത്തുകൊണ്ട് നൽകപ്പെടുകയാണെങ്കിലും യഥാർത്ഥത്തിൽ ഈ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നത് ഇസ്രായേൽ അല്ലല്ലോ, മറ്റ് ലോക രാജ്യങ്ങൾ നൽകുന്നത് വിതരണം ചെയ്യുന്ന സംഭവങ്ങളല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിലെന്തിനാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇടപെടുന്നത് എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. കാര്യം 9,000-ലധികം വാഹനങ്ങൾ ഗസയിലേക്ക് ഭക്ഷ്യധാന്യങ്ങളും കയറ്റിക്കൊണ്ട് ഇസ്രായേൽ സൈന്യത്തിൻ്റെ അനുമതിക്ക് വേണ്ടിയിട്ട് റഫ അതിർത്തിയിൽ ഇപ്പോൾ അവർ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തിലധികമായി. ഒറ്റപ്പെട്ട രീതിയിലുള്ള വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത്. അതും വലിയ നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് അവരത് കടത്തിവിടുന്നത്. മാത്രമല്ല അത് വിതരണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് UN സഭയുടെ പ്രതിനിധികൾക്ക് നൽകുകയില്ല. പ്രത്യേകമായിരിക്കും ഒരു സംഘം ഉണ്ടാക്കി അവർക്ക് അവരുടെ കൈവശത്തിൽ മാത്രമേ നൽകൂ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റൂട്ടൊക്കെ മാറിയാണ് സഞ്ചരിക്കുന്നത്. കാര്യം എന്തൊക്കെയോ ഗൂഢമായിരിക്കുന്ന ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ട് എന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ഇവരുടെ ഇടപെടലുകളൊക്കെ നടക്കുന്നത്. ആയതിനാൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ട് ഇറാൻ സംസാരിച്ചിരിക്കുന്ന കാര്യം ഞങ്ങളൊരു പരിധി ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്തു. അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ പാലസ്തീനെതിരെ നടത്തുന്ന സമയത്ത് കൂടുതൽ മൗനം പാലിച്ചുകൊണ്ട് നിൽക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ ആ വിഷയത്തിൽ ഇടപെടും. ഞങ്ങളുടെ സൈന്യവും സംവിധാനങ്ങളും വലിയ രീതിയിൽ അതിനുവേണ്ടി പ്രാപ്തരായിട്ടുണ്ട്. മാത്രവുമല്ല ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളും തയ്യാറാണ്. തയ്യാറായ രാജ്യത്തിൻ്റെ പേരുകളൊന്നും പരാമർശിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള പ്രയാസവും വലിയ രീതിയിലുള്ള ഭീഷണിയുമായിട്ടുമാണ് അവർ കാണുന്നത്. അപ്പോൾ ഇറാൻ നേരിട്ട് കൊണ്ടൊരു ആക്രമണം നടത്തുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ രാഷ്ട്രീയമായിരിക്കുന്ന നിലനിൽപ്പും സൈനികപരമായിരിക്കുന്ന നിലനിൽപ്പും അതിൻ്റെ അടിത്തറകൾ പോലും ഇളകുന്ന തരത്തിലേക്ക് പോകും. കാര്യം ഇറാൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അല്ലെ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക തയ്യാറാവില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അത് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്ക് അതിജീവിക്കാൻ സാധിച്ചിട്ടില്ല. കാര്യം അവിടെ അതിജീവിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ യമന് ശേഷം അവർ ഇറാനെ ആക്രമിക്കാനുള്ള പ്ലാനുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിരുന്നു. അത് ഇസ്രായേലിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഈ മേഖലയിൽ യമനുമായിട്ടുള്ള ആക്രമണ രീതി കഴിഞ്ഞുകൊണ്ട് അവർ കീഴടങ്ങുന്ന രീതിയിലേക്കോ പരാജയപ്പെടുന്ന രീതിയിലേക്കോ വന്നാൽ പിന്നീട് കൃത്യമായ രീതിയിൽ ഭീഷണി വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും. സാധാരണഗതിയിൽ അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളും അങ്ങനെയാണ്. കാര്യം ഇവിടെ വന്നത് ഇറാഖുമായി യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ഇറാഖിന് ശേഷം തങ്ങൾ ലിബിയ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലിബിയയെ പോലും ഭയപ്പെടുത്തുന്ന രീതിയിലാണ്. ലിബിയ ഈ പറഞ്ഞ പോലെ തന്നെ ലിബിയ കീഴടക്കാൻ വേണ്ടി സാധിച്ചത് ഇറാഖിനെ കീഴടക്കാൻ വേണ്ടി സാധിച്ചതിൻ്റെ ധൈര്യമാണ്. ലിബിയ കഴിഞ്ഞതിന് ശേഷം അവസാനിച്ചിട്ടില്ല. പിന്നെ അത് സുഡാനിലേക്ക് പോയി. സുഡാനെ തങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിൽ, അതായത് ഈ തമ്മാടി പട്ടികയുടെ ലിസ്റ്റിൽ പെട്ടതാണ്. തീർച്ചയായിട്ടും അവരെ ആക്രമിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സുഡാനിലേക്ക് കയറി. ഓരോരോ രാജ്യവും പിന്നീട് സിറിയയിലേക്ക് വന്നു. സിറിയയിൽ വലിയ രീതിയിൽ ആഭ്യന്തര കലാപമൊക്കെ ആ സമയത്ത് ഉണ്ടായതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഓരോരോ രാജ്യം കഴിയുന്ന സമയത്ത് മറ്റൊരു രാജ്യത്തിലേക്ക് കയറുക, എന്നിട്ട് അവിടെയുള്ള സ്വൈരജീവിതം നഷ്ടപ്പെടുത്തുക, അവിടെ ആധിപത്യം ഉണ്ടാക്കുക, ഭരണത്തെ അമേരിക്കക്ക് അനുകൂലമല്ലാത്ത ഭരണമാണെങ്കിൽ ആ ഭരണത്തെ അട്ടിമറിക്കുക, പുതിയ ഭരണ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ സാധാരണഗതിയിൽ ഇവർ ചെയ്യുന്ന കാര്യമാണ്. ആ പ്രവർത്തനങ്ങളാണ് ഇവിടെ തുടരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അത് ഇവിടെ യമൻ്റെ ആക്രമണത്തോടു കൂടി അത് അമേരിക്കക്ക് നടക്കാതെ പോയി. അങ്ങനെ രണ്ടാം ഘട്ടത്തിൽ പിന്നീട് നിലനിൽപ്പിനെ പോലും അത് ബാധിച്ചതോടുകൂടി പിന്നെ അവർ ചെയ്ത കാര്യമെന്ന് പറയുന്നത് ഏറെക്കുറെ ഈ മേഖലയിലെ യമനുമായിട്ട് ഈ വെടിനിർത്തൽ കരാറുണ്ടാക്കിക്കൊണ്ട് ആ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു. എന്ന് വെച്ചാൽ യമനുമായിട്ട് ഇപ്പോൾ അക്രമമില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇറാനുമായിട്ട് ആക്രമിക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന്
അമേരിക്ക പറയാതെ പറയുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്ന സമയത്ത് ഇറാൻ ആക്രമിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ ഇസ്രായേലിന് നേരെയുള്ള ഇറാൻ്റെ ഭീഷണി കണ്ടില്ലെന്ന് നടിക്കാൻ വേണ്ടി പറ്റില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നിരന്തരം ഭീഷണി നടത്തിക്കൊണ്ടേയിരിക്കും. അവരുടെ ആ പ്രവൃത്തി അവർ ചെയ്യില്ല, പക്ഷേ ഭീഷണി തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള രീതിയാണ്. പക്ഷേ ഇറാൻ പറഞ്ഞാൽ അവരെ പ്രവൃത്തി ചെയ്യും എന്നൊരു ഭയപ്പാടും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിൽ സംജാതമായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.